अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ की, परमार्थ की, सार्थ की, जिसकी बनी श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्, परित्राणाय साधूनां, विनाशाय च दुष्कृतां, धर्म संस्थापनार्थाय संभवामि युगे युगे। ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം സംസരസ്വത്യേ നമഃ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജം ഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാ കുന്ദേന്ദു തുഷാരഹാരധവളായ ശുഭ്രവസ്ത്രാവൃതായ വീണാവരദണ്ഡമണ്ഡിതകരായ ശ്വേതപത്മാസന യാ ബ്രഹ്മാച്യുതശങ്കരപ്രഭൃതിർദേവൈ സദാ പൂജിതാ സാ മാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഡ്യാവഹ. ആദൗ പാണ്ഡവധാർത്തരാഷ്ട്രജനനം ലക്ഷാഗൃഹേദാഹനം ദ്യൂതം ശ്രീഹരണം വനോവിഹരണം മത്സ്യാലയേ വർത്തനം ലീലാഗോഗ്രഹണം രണേ വിബഹരണം സന്ധിക്രിയാചൃംബണം പശ്ചാത് ഭീഷ്മസുയോധനാദിനദനം ഏതൻ മഹാഭാരതം. സജ്ജനങ്ങൾക്ക് നമസ്കാരം. ഇന്നിവിടെ വ്യാഖ്യാനിക്കേണ്ടത് അംബോപാഖ്യാനം എന്നുള്ള ഭാഗമാണ്. മഹാഭാരതത്തിലെ അംബാംബിക അംബാലികമാരുടെ കഥ, അതാണ് ഇവിടെ പറയേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞു, സത്യവതിക്ക് 2 പുത്രന്മാരുണ്ടായിരുന്നു. ശന്തനു മഹാരാജാവിലെ ചിത്രാംഗതനും, മൂത്ത മകൻ ചിത്രാംഗതനും, ഇളയ മകൻ വിചിത്രവീര്യനും. ചിത്രാംഗതൻ എന്നുള്ള പേരുള്ള ഒരു ഗന്ധർവനുമായി യുദ്ധം ചെയ്ത് ചിത്രാംഗതൻ അവിടെ മരിച്ചു. ശന്തനു രാജാവ് ആദ്യം മരിച്ചപ്പോൾ തന്നെ ചിത്രാംഗതനെ രാജാവാക്കിയിരുന്നു. അദ്ദേഹം എൻ്റെ പേര് എങ്ങനെ, ഗന്ധർവനായ എൻ്റെ പേര് ചിത്രാംഗതനാണ്, തനിക്കും ചിത്രാംഗതൻ എന്ന് പേര് പാടില്ല എന്ന് പറഞ്ഞ് ഒന്നിക്ക് പേര് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. പക്ഷെ പിന്നെ അടുത്ത വിചിത്രവീര്യനാണ്. വിചിത്രവീര്യൻ പ്രായമായിട്ടില്ല എങ്കിലും രാജ്യത്തിൻ്റെ എല്ലാം ബലമായ ഭീഷ്മ പിതാമഹൻ തന്നെ അദ്ദേഹത്തെ രാജാവായി അഭിഷേകം ചെയ്തു. ഭരണം ഭീഷ്മരാണ് നടത്തിയത്. വിചിത്രവീര്യൻ പ്രായപൂർത്തിയാവാറായി. എന്നിട്ട് അപ്പോൾ കല്യാണപ്രായമായി, വിവാഹപ്രായമായി. പത്നിമാരെ ആലോചിക്കണം. അങ്ങനെയാണ് ആലോചിച്ചപ്പോഴാണ്, ഒന്നുമായിട്ടില്ല എങ്കിലും കാശിരാജാവിൻ്റെ അംബാംബിക അംബാലിക എന്ന 3 പുത്രിമാരുണ്ടായിരുന്നു. അവർ വളരെ സുന്ദരികളാണെന്ന് കേട്ടിരുന്നു. സത്യവതിയോട് ആലോചിച്ച് ഭീഷ്മര് തന്നെ പിതാമഹനായിട്ടില്ല, ഭീഷ്മര് ഗംഗാദത്തൻ ജ്യേഷ്ഠൻ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരെ കന്യകമാരെ പോയി കൊണ്ടുവന്നു. സ്വയംവര പന്തലിൽ തട്ടിക്കൊണ്ടുവന്നു യുദ്ധം ചെയ്ത് കൊണ്ടുവന്നു. എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട്, സ്വയംവരത്തിനെത്തിയ രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് അത് കൊണ്ടുവന്ന് തൻ്റെ അനുജനായ വിചിത്രവീര്യനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴാണ്
അംബ പറഞ്ഞത്, കുമാരിയായ അംബ പറഞ്ഞു, ഞാനിങ്ങനെ മറ്റൊരാളുമായി ശാലുരാജവുമായിട്ട് വിവാഹത്തിന് തയ്യാറായിരുന്നു, അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം, ഞാൻ അദ്ദേഹത്തെ അല്ലാണ്ട് വേറെ ആരും വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. പക്ഷേ ശാലുരാജാവ് അവരെ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതിനു മുമ്പേ ഭീഷ്മര് കാശി രാജ്യത്തെത്തി. വൃദ്ധനായി തോന്നിയിരുന്ന ഭീഷ്മര് സ്വയംവര പന്തസ്ഥാനം പിടിച്ചു. ഇങ്ങനെ ഒക്കെയുള്ള കഥയുണ്ടായിരുന്നു. കുറച്ച് രാജാക്കന്മാരായിരുന്നു. ഭീഷ്മനെ കണ്ടപ്പോൾ തന്നെ ഈ വൃദ്ധൻ എന്തിനാണ് വന്ന് സ്വയംവര പന്തത്തിന് എത്തിയിരിക്കും തമ്മിൽ ചോദിച്ച് ബ്രഹ്മചാരി ഭീഷ്മൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ രാജാക്കന്മാർ തന്നെ പുച്ഛിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഭീഷ്മൻ ക്രുദ്ധനായി. അദ്ദേഹം ബലാത്കാരേണ 3 കന്യകുമാരെ പിടിച്ചു കൊണ്ടുപോയി. അദ്ദേഹത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ മറ്റാർക്കും സാധിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ കൊണ്ടുപോയാണ്, തടയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തടഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കന്യകയെ ഞാൻ കൊണ്ടുപോയാണ്, എൻ്റെ അനുജന് വേണ്ടിയാണ് എന്നെല്ലാം പറഞ്ഞു. ഭീഷ്മൻ്റെ ദാർഷ്ട്യം കണ്ടപ്പോൾ അവരെല്ലാവരും കൂടി അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി നിന്നു. പക്ഷേ എല്ലാവരെയും രാജാക്കന്മാരെ അദ്ദേഹം തന്നെ തോൽപ്പിച്ചു. ശാലുരാജാവ് മാത്രം ഭീഷ്മനോട് തോറ്റോടാൻ തയ്യാറായില്ല. ഹസ്തിനപുരത്തേക്ക് പുറപ്പെട്ട ഭീഷ്മനെ ശാലുവൻ പിന്തുടർന്നു. കോപത്തോടെ വിളിച്ചു പറഞ്ഞു, അദ്ദേഹത്തെ യുദ്ധം ചെയ്തു. പക്ഷേ അദ്ദേഹത്തെയും തോൽപ്പിച്ചു. അവസാനം ഭീഷ്മരെ തോൽപ്പിച്ചു. വധിക്കാൻ തയ്യാറായപ്പോൾ അദ്ദേഹം അംബ പറഞ്ഞിട്ടാണ് കൊല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലാതെ വിട്ടു. അങ്ങനെ രാജധാനിയിലെത്തിയ ഭീഷ്മരോടാണ് വിവാഹം കഴിപ്പിക്കാൻ പറയുമ്പോൾ അംബ പറഞ്ഞത്, ഞാൻ ശാലുരാജാവിനെ മനസ്സാ ഭരിച്ചു കഴിഞ്ഞാണ് സ്വയംവര പന്തലങ്ങൾ തട്ടിക്കൊണ്ടുപോയതുകൊണ്ട്, ഇല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിവാഹം കഴിക്കുമായിരുന്നു, അതുകൊണ്ട് എന്നെ വിട്ടയക്കണം, ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിച്ച് ജീവിച്ചുകൊള്ളാം. ഭീഷ്മരുടനെ എല്ലാവരുമായി ആലോചിച്ചു, കൂടിയാലോചന നടത്തി അംബയെ വിട്ടയച്ചു. പക്ഷേ ശാലുരാജാവ് അതിന് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. തിരിച്ചു വന്ന് ഭീഷ്മരോട് തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ വിവാഹം കഴിക്കില്ല, ബ്രഹ്മചാരിയായിട്ട് ജീവിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് തിരിച്ചയച്ചു. പക്ഷേ അവർക്ക് വളരെ ദുഃഖമായി. എന്നിട്ടാണ് പോയിട്ട് മറ്റാര് രാജാക്കന്മാരും ഈ ഭീഷ്മരെ പേടിച്ചുകൊണ്ട് ആരും അവരെ വിവാഹം കഴിക്കാൻ തയ്യാറായിട്ടില്ല. എന്നിട്ട് അംബ പോയിട്ട് തപസ് ചെയ്യുന്ന കഥയാണ് പിന്നെ ഉള്ളത്. ഭഗവാന് തപസ് ചെയ്തു, പിന്നെ ഭീഷ്മരെ പരാജയപ്പെടുത്താനുള്ള വരണം എന്നുള്ള കഥകളൊക്കെയാണ് കൂടുതൽ അടുത്ത ഭാഗങ്ങളിലുള്ളത്. ഹസ്തിനപുരിയിൽ മടങ്ങിയെത്തി ശാലുവൻ പറഞ്ഞതൊക്കെ ഭീഷ്മനെ അറിയിച്ചു. എന്താണെന്ന് വെച്ചാൽ, എന്നെ വിവാഹം കഴിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല, അങ്ങയോട് യുദ്ധത്തിൽ തോറ്റതുകൊണ്ട്, അതുകൊണ്ട് തയ്യാറായില്ല, അങ്ങ് തന്നെ കഴിക്കണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വിചിത്രവീരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്ന ശ്രമം ഭീഷ്മൻ നടത്തി. എന്നാൽ മറ്റൊരുവനെ പതിയായി മനസ്സ് വരച്ചിട്ടുള്ള യുവതിയെ വിവാഹം കഴിക്കാൻ വിചിത്രവീരനും തയ്യാറായിട്ടില്ല. അങ്ങനെ ഭീഷ്മൻ തന്നെ വിവാഹം കഴിച്ചു. തന്നെ കഷ്ടപ്പാടിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് അംബ ഭീഷ്മനോട് അപേക്ഷിച്ചു. മുമ്പ് ശപഥം ചെയ്തിട്ടുണ്ടല്ലോ, അത് മാറ്റാൻ കഴിയില്ലെന്ന് ഗംഗാദത്തനും പറഞ്ഞു മാറുകയാണ് ചെയ്ത്. ഭീഷ്മർ അവസാനമായി തന്നെ കൈയൊഴിഞ്ഞപ്പോൾ തൻ്റെ അധോഗതി കാരണക്കാരൻ ഭീഷ്മനോട് ഒതുങ്ങാത്ത പകയാണ് അംബയ്ക്കുണ്ടായത്. ഭീഷ്മ, നിൻ്റെ അഹങ്കാര പ്രവൃത്തി കൊണ്ടാണ് നീ എന്നെ ഹരിച്ച് ഇവിടെ കൊണ്ടുവന്നത്. ഇന്ന് ഞാൻ വഴിയാധാരമായിരിക്കുന്നു. ഒരു സ്ത്രീയെ വിവാഹത്തിൻ്റെ ഇതില്ലാണ്ട് ജീവിതം നയിക്കാൻ കിട്ടാൻ ഗതിയില്ലാത്ത അതാക്കി തീർത്തു. ഞാൻ സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് നിന്നോട് പ്രതികാരം ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും ഞാൻ മുഖേനയായിരിക്കും നീ മരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ശപഥം ചെയ്തുകൊണ്ടാണ് അവിടുന്ന് പോകുന്നത്. തുടർന്ന് ഭഗവാനെ തപസ് ചെയ്യുന്നതുമൊക്കെയുള്ള കഥകളാണ് ഇനി അടുത്ത ഭാഗങ്ങളിൽ നമ്മൾക്ക് കേൾക്കാവുന്നതാണ്.